രാഹുലിന്റെ ബർത്ത്ഡേ പരിപാടിക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണ്ടേ? ഞാൻ ഉണ്ടാവില്ലടാ, അന്ന് റോസ് ഡേ അല്ലേ? അന്ന് തേഴ്സ്ഡേ അല്ലേ? എന്നാ അതിന്റെ പിറ്റേന്ന് പോവാ. എടാ അന്ന് പ്രൊപ്പോസ് ഡേടാ. പിറ്റേന്നായാലോ? ചോക്ലേറ്റ് ഇമ്പോസിബിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഏതാ ബേബി വിളിക്കുന്നു. അപ്പൊ അതിന്റെ പിറ്റേന്ന്? അത് കഴിഞ്ഞിട്ട് പിന്നെ ഹഗ് ഡേ, കിസ് ഡേ, വാലന്റൈൻസ് ഡേ. നിങ്ങൾ പൊക്കോടാ, ഞാൻ തിരി തിരക്കില്ല. ഹലോ ചരക്കെ, സോറി ചക്കര. പണ്ട് സൺഡേ കഴിഞ്ഞ ഫുണ്ടേ എന്ന് പറഞ്ഞോടാണ് ചക്കന. അവനെ എനിക്ക് കിട്ടിയ പോലെ ഒരു ബ്രേക്കപ്പ് കിട്ടുമ്പോൾ നിർത്തി. അതിന് നീ ആരെയായിട്ട് ബ്രേക്കപ്പ് ആയി? സോന, ലവ് ഓഫ് മൈ ലൈഫ്. 4ാം ക്ലാസ്സിൽ പഠിക്കണ മിത്ത് നിന്നെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ നീ മൂക്കട്ട വാരി പറഞ്ഞിട്ട് സീനാക്കിയ ആ സോനെ ട്രൂ ലവ് ആണ്, നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഒരു മിനിറ്റ്, എടാ ഇവിടെ അടുത്ത് ഇത്തിരി പീസ്ഫുൾ ആയിട്ട് അധികം ആൾക്കാരൊന്നും ഇല്ലാത്ത വല്ല സ്ഥലമുണ്ടോ? ഇവിടെ അടുത്തൊരു ശ്മശാനം ഉണ്ട്. മുൻകൂട്ടിയിട്ട് ബുക്ക് ചെയ്യേണ്ടി വരും. വേണ്ട, സമയമാകുമ്പോൾ ഞങ്ങൾ അങ്ങോട്ട് എത്തിച്ചോളാം. താങ്ക് യു. പണ്ട് നമ്മുടെ കോളേജിൽ പഠിക്കുന്ന ഗ്രീഷ്മയ്ക്ക് റോസ് ഡേയുടെ അന്ന് ഞാൻ പോയിട്ട് റോസ് കൊടുത്തു. അത് കഴിഞ്ഞ് ചോക്ലേറ്റ് ഡേ ആയി കഴിഞ്ഞപ്പോൾ 750 രൂപയ്ക്കാണ് ചോക്ലേറ്റ് വാങ്ങി കൊടുത്തത്. ഏത് ബർത്ത്ഡേക്ക് 2 രൂപയുടെ പോപ്പിൻസ് വാങ്ങിയിട്ട് അത് 4 ആക്കിയിട്ട് മുറിച്ചിട്ട് ക്ലാസ്സിൽ മൊത്തം കൊടുത്താൽ നീയാ? അത് വിട്. അത് കഴിഞ്ഞിട്ട് കിസ് ഡേ ആണല്ലോ. അപ്പോൾ കിസ് ഡേയുടെ അന്ന് ഞാനൊരു കിസ് ചോദിക്കാൻ വേണ്ടി വന്നു കഴിഞ്ഞപ്പോൾ അവളുടെ ചേട്ടൻ വന്നിട്ട് അത്രയ്ക്ക് പൂതിയാണെങ്കിൽ അവനെ കിസ് അടിച്ചോളെ. എന്നിട്ട് എന്തായാലും അത്ര കാശ് ചിലവാക്കിയതല്ലേ, ചേട്ടനെങ്കിൽ ചേട്ടൻ പിടിച്ചൊരു ഫ്രഞ്ച് ജ്യൂസ് വെച്ച് കൊടുത്തു. അതാ ഞാൻ ഈ പറയണത്. നമ്മൾ സിഗ്മ മെയിൽസിനെ പറ്റിയ പരിപാടിയില്ല ഈ പറയണതൊന്നും. അതാ എന്നാലും ഇല്ല, നീ കൈ ഇങ്ങോട്ട് തന്നെ. അക്ഷരങ്ങൾ അച്ചടിച്ചു കൂട്ടിയ പുസ്തകത്താളുകളിൽ നിന്നും പഠിച്ച ഇന്ത്യയല്ല, അനുഭവങ്ങളുടെ ഇന്ത്യ. കോടിക്കണക്കായ സിംഗിൾസുകളുടെയും പെണ്ണ് കിട്ടാത്തവരുടെയും വായി നോക്കുന്നവരുടെയും ഇന്ത്യ. സ്വച്ഛ് ഭാരത്, സിംഗിൾസ് കാ ഭാരത്.